സുവിശേഷീകരണത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന സഭയായിരിക്കണം. എന്നാൽ സുവിശേഷീകരണത്തിന് പ്രാമുഖ്യം കൊടുത്ത ആളുകളെ പുറത്തുനിന്ന് അകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയും അടുത്ത പദ്ധതി എന്താണ്? ഇവരെ അകത്ത് കയറിയവനെ അങ്ങ് മുകളിൽ കൊണ്ടുപോകണം, സ്വർഗത്തിലെത്തിക്കണം. അത് നമ്മൾ ഉത്തരവാദിത്വം. അല്ലാതെ ഇവിടം വരെ കൊണ്ടുവന്ന് ഇതിനകത്തിരുത്തിയിട്ട് പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ സഭയിൽ അതാണ് പഠിപ്പിക്കേണ്ടത്. വിശുദ്ധ ജീവിതമാണ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു മതി. അത്ര കൂടിയ ആൾ കൂടുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ലെങ്കിലും ആൾ കൂടിയത് കൊണ്ട് മാത്രം കർത്താവ് അത് ആൾക്കൂട്ടത്തെ അല്ല കർത്താവ് പലപ്പോഴും നോക്കുന്നത്. ഒരു വിശുദ്ധ സംഘത്തെയാണ്, വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ആളുകളെ. ആ വിശുദ്ധിയെക്കുറിച്ചുള്ള പഠനം, അതുകൊണ്ടാണ് ആ വിശുദ്ധിയെക്കുറിച്ചുള്ള പഠനമല്ല, ആ ഒരു ജീവിതം. യിരെമ്യാവിന്റെ കാലയളവിൽ നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം എന്നാണ്, ആ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൺസേൺഡ് അല്ലാത്തവരും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവരും സഭായോഗത്തിന് വന്നുകൊണ്ടിരുന്നു, പാട്ട് പാടിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള സകല ആക്ടിവിറ്റീസും അവർ ചെയ്തുകൊണ്ടിരുന്നു. ദൈവവചനത്തെ വളരെ വികലമായിട്ട് അവർ വ്യാഖ്യാനിച്ചു. പ്രവാചകന്മാരെന്ന് പറയുന്നത് വാലല്ല തലയാക്കുമെന്ന് പറയുന്ന ഭാവി പ്രവചിക്കുന്ന പ്രവാചകന്മാരല്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം വളരെ ഷാർപ്പായിട്ട് ഓരോ വ്യക്തികളുടെയും തെറ്റുകൾ അവരുടെ അടുത്ത് ചെന്ന് പറയുന്ന പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക്. നേരിട്ട് ചെന്നിട്ട് പറയാണ്, ഇത് ചെയ്താൽ നീ നരകത്തിൽ പോകും, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇതാണെല്ലാം പറയുന്നത്. പ്രവാചകൻ പറയുന്നതെല്ലാം ശിക്ഷിക്കാതെ വിടുകയില്ല, ശിക്ഷിക്കാതെ വിടുകയില്ല. അതല്ലേ കാണുന്നില്ല. അതിന്നാരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് ഒന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് പറയുന്നത്. പക്ഷെ ജെറമ്യാ കൃത്യമായിട്ട് പറയുന്നു. 5-ാം അധ്യായത്തിന്റെ നമ്മൾ അവിടെ കണ്ടല്ലോ, 1 മുതലുള്ള വാക്യങ്ങളിൽ തന്നെ കർത്താവ് ന്യായം പ്രവർത്തിക്കുന്നവനെ നോക്കുന്നു. ഈ കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ, യിരെമ്യാവിന്റെ കാലഘട്ടത്തിലെ യെരൂശലേമിൽ എന്തൊക്കെ നടക്കുന്നോ അതിന് തുല്യമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നു. ന്യായം, വിശ്വസ്തത. കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യം എന്ന് പറയുന്നത് പതാലം കൊടുക്കുന്നത് മാത്രമല്ല, ദശാംശം കൊടുക്കുന്നത് മാത്രമല്ല. എന്താണ് ആ ന്യായവും കരുണയും എന്ന്? ഘനമേറിയ കാര്യങ്ങൾ, നീതി, കരുണ മുതലായ ഘനമേറിയ കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചു കളയുന്നു. അത് ചെയ്യുകയും, അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടെന്നല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിലീജിയസ് ആക്ടിവിറ്റീസ് നിർത്തണമെന്നല്ല, പാട്ട് നിർത്തണമെന്നല്ല, ആരാധന നിർത്തണമെന്നല്ല, ചൈത്ത് കൊടുക്കുന്നത് നിർത്തണമെന്നല്ല. ഇവിടെ എന്താണ്? അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ന്യായവും കരുണയും ഇല്ലാതെ ടൈത്ത് കൊടുത്തിട്ട് കാര്യമില്ല. ന്യായവും കരുണയും ഇല്ലാതെ ചാരിറ്റി കാണിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് പോകാൻ നീതി നമ്മളോട് തന്നെ നോക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവരാജ്യത്തെ കുറിച്ച് സഭയിൽ പഠിപ്പിക്കണം. എന്താണ് ദൈവരാജ്യം എന്ന് പഠിപ്പിക്കണം. ദൈവരാജ്യം എന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അല്ലാത്ത സുഖങ്ങളല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് സമൃദ്ധി അല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് സുഖങ്ങളല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് നീതി. ഒന്നാമത് നീതിയില്ലാതെ കാശുണ്ടായിട്ട് എന്തെടുക്കാനാ? പരിശുദ്ധാത്മാവിൽ അല്ലാതെ ജഡത്തിൽ സുഖിക്കുന്നത് സന്തോഷമാണ്. അതൊന്നുമല്ല ദൈവരാജ്യം. ദൈവരാജ്യത്തിനൊരു ബേസ് ഉണ്ട്. ആ ബേസ് വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യത്തിനും പോകാൻ പാടില്ല. അതാണ് നമ്മൾ കാണുന്നതായ കാര്യം. നീതിയില്ലാത്ത ജീവിതവും കരുണയില്ലാത്ത ജീവിതവും. അങ്ങനെ ജീവിക്കുന്നവരും 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവനും ആണയിടുന്നത് യഹോവയുടെ പേരിലാണ്. അതുകൊണ്ടാണ് പ്രശ്നം. കാപട്യം, ഇന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമെന്നാണ്, കാപട്യം കാണിക്കുന്ന ആളുകൾ. എന്നാൽ 3-ാമത്തെ വാക്യത്തിൽ കർത്താവ് യെരമ്യാവ് പറയാണ്, യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലോ നോക്കുന്നത്. വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. പാപത്തോട് പോരാടുന്ന ഒരു ജീവിതം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവിനോടൊരു ഫെയ്ത്ത്ഫുൾനെസ് വേണം. ഫെയ്ത്ത്ഫുൾനെസ്. ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, യിരെമ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ഒരുമിച്ച് ദ്രോഹം ചെയ്തു. 2 പേരും ദ്രോഹം ചെയ്തു. പക്ഷേ ദൈവം അവരെ അടിച്ചപ്പോഴും അവർ വേദനപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. വേദനപ്പെട്ടില്ല. അതിന് മുമ്പുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു യഹൂദ ഗ്രഹവും ഇസ്രായേൽ ഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം. ഇസ്രായേൽ ഗ്രഹത്തെ വിളിക്കുന്നത് വിശ്വാസത്യാഗിനിയായ യെരൂശലേം. അവരെന്താണ്? ദൈവത്തെ കുറച്ച് നാളൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദൈവം വേണ്ടെന്ന് പറഞ്ഞ് വേറെ ദൈവത്തിന്റെ പുറകെ പോയി. അവർ പിന്നെ അഭിനയിക്കാനൊന്നും പോയില്ല. അവരെന്ത് ചെയ്തു? ദൈവത്തെ ഇട്ടേച്ച് വേറെ വഴി പോയി. എന്നാൽ യഹൂദാഗ്രഹത്തിന്റെ പ്രത്യേകത, ഇവർ ഇത് അവരുടെ റിലീജിയസ് ആക്ടിവിറ്റീസ് ഒന്നും കളഞ്ഞുമില്ല. വിശ്വാസത്യാഗിനിയായിരുന്നു ഇസ്രായേലെങ്കിൽ യഹൂദ വിശ്വാസപാതകിയാണ്. ഇന്ന് സഭയിൽ വന്നിരിക്കുന്നത് വിശ്വാസത്യാഗിനിയായ ഇസ്രായേലിനെ പോലുള്ളവരല്ല, വിശ്വാസപാതകിയായ യഹൂദയെ പോലെയാണ് നമ്മുടെ വിശ്വാസ സമൂഹങ്ങൾ ഇന്ന്. എന്താണ് വിശ്വാസപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭർത്താവിനെ വിട്ട് ജാരന്മാരുടെ കൂടെ പോകുന്ന ഒരു അവസ്ഥ.
രണ്ടുപേരും ജാരന്മാരുടെ പുറകെ പോയി. പക്ഷേ മറ്റവരെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഇസ്രായേൽ എന്ത് ചെയ്തു? യഹോവയെ ഉപേക്ഷിച്ചിട്ട് ജാരന്മാരുടെ പുറകെ പോയി. എന്നാൽ യഹൂദയോ ഭർത്താവിനെ ഉപേക്ഷിക്കാതെ ഭർത്താവിനോടാണ് സ്നേഹം എന്ന് നടിച്ച് എന്നാൽ ജാരന്മാരുടെ പുറകെ പോയി. ഇതാ ഇന്നത്തെ പ്രശ്നം. ഇന്ന് ഞായറാഴ്ച വരുന്നു, പാട്ട് പാടുന്നു, ആരാധിക്കുന്നു, തിങ്കളാഴ്ച മുതൽ കള്ളം പറയുന്നു, പണം ദൈവമാകുന്നു, പദവികൾ ദൈവമാകുന്നു, മദ്യപിക്കാൻ പോലും മടിയില്ല, വ്യഭിചാരം വലിയ കുറ്റമായിട്ട് ചിന്തിക്കുന്നില്ല. ഇതിനൊക്കെ അങ്ങ് ലഘൂകരിക്കുകയാണ്. ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു, ജഡത്തിന്റെ സുഖങ്ങൾ മാത്രം വലുതെന്ന് കണക്കാക്കുന്നു. പക്ഷെ ഞായറാഴ്ച സഹായത്തിന് വരും. അതാണ് വിശ്വാസപാതകം, അതാണ് ഇവിടുത്തെ പ്രോബ്ലം. എന്നാൽ കർത്താവ് പറയാ, ഇതെല്ലാം ആണെങ്കിലും നീ മടങ്ങി വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. മടങ്ങി വരികയാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത്. അല്ലെ പിന്നെ പ്രസംഗിച്ചിട്ട് കാര്യം പോലും ഇല്ല. ഇത്രയും തകർന്ന ഒരു സഭയോട് എന്തിനാ പ്രസംഗിക്കുന്നതെന്ന് ആൾക്കാർ ചിലപ്പോൾ ചോദിച്ചേക്കും. ഇനി എന്തിനാ ചിലപ്പോൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സാജു എന്തിനാ ഈ പെന്തിക്കോസ്തുകാരുടെ പുറകെ നടക്കുന്നത്, അവനൊന്നും രക്ഷപ്പെടത്തില്ല എന്നൊക്കെ. ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല, ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് രക്ഷപ്പെടത്തില്ല. പക്ഷേ അപ്പോഴും ദൈവവചനത്തിലെ ചില വാക്യങ്ങളാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. കർത്താവ് പറയാണ്, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതാണ് ഒരു ഹോപ്പുള്ളത്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് പിന്നെയും വന്ന് പ്രസംഗിക്കുന്നത്. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ദൈവം പിന്നെയും പ്രവാചകന്മാരെ അയക്കുന്നത്. ദൈവത്തിനങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെ നശിപ്പിച്ച് കളയുകയല്ല ദൈവം നിശ്ചയിക്കുന്നത്. കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് വീണ്ടും വീണ്ടും പ്രവാചകന്മാരെ അയക്കുകയും വീണ്ടും വീണ്ടും ദൈവത്തിന്റെ അരുളപ്പാടുകളുമായിട്ട് പ്രവാചകന്മാരെ അയക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതിന്റെ 18-ാമത്തെ വാക്യം വായിക്കണം. 5-ാമത്തെ അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അന്നാളിലും ഞാൻ നിങ്ങളെ മുടിച്ചു കളകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവ് ഇത്രയും പാപം ചെയ്ത ജനതയോടും കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ നിന്നെ മുടിച്ചു കളയത്തില്ല, നിനക്കൊരു ചാൻസ് കൂടെ ഞാൻ തരും. പക്ഷേ ഈ ചാൻസുകൾ നഷ്ടപ്പെടുത്തി ഒടുക്കം, അങ്ങനെ ഒടുക്കമുണ്ട്, അതുവരെ ഈ ചാൻസ് ഒക്കെ കിട്ടും. പക്ഷേ ആ ഒടുക്കത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് എന്തില്ല? ചാൻസ് ഇല്ല. അങ്ങനെ ചാൻസ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ പോയ ആളുകളും പലരും ഉണ്ട്. യൂദായുടെ ലേഖനം 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ എന്ന് പറയുന്നൊരു വാക്കുണ്ട്, സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിന്റെ പാരഫ്രൈസ് വേർഷൻ പറയുന്നത് സ്റ്റേ വിതിൻ ദ ബൗണ്ടറീസ് വേർ ഗോഡ്സ് ലവ് ക്യാൻ റീച്ച് ആൻഡ് ബ്ലെസ് യു എന്നാണ്. സ്റ്റേ വിതിൻ ദ ബൗണ്ടറീസ് വേർ ഗോഡ്സ് ലവ് ക്യാൻ റീച്ച് യു. ദൈവത്തിന്റെ സ്നേഹത്തിന് നിങ്ങളെ എത്തിപ്പിടിക്കാവുന്ന പരിധിക്കുള്ളിൽ നിന്നെ തന്നെ സൂക്ഷിച്ചോണം. കാര്യം, ഈ പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിന് നിന്നെ എത്തിപ്പിടിക്കാൻ കഴിയില്ല. ഞാനതിന് ഉദാഹരണമായിട്ട് പറയാറുള്ളത്, നമുക്കിപ്പം 1 കിലോമീറ്റർ നീന്താൻ കഴിവുള്ള ഒരാളുണ്ടെന്ന് വെക്കുക. 1 കിലോമീറ്റർ അയാൾ സമുദ്രത്തിൽ നീന്താൻ പോകുകയാണ്. അയാൾക്ക് 1 കിലോമീറ്റർ നീന്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ 1/2 കിലോമീറ്റർ നീന്തുമ്പോൾ ഇവൻ തിരിച്ച് നീന്തിക്കോണം, ഇല്ലെങ്കിൽ അവന് തിരിച്ചു വരാൻ പറ്റുകയില്ല. ഈ 1/2 കിലോമീറ്റർ ക്രോസ് ചെയ്യുന്ന പോയിന്റിന് വിളിക്കുന്ന പേര് പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നാണ്. ഇപ്പോഴും നീന്താൻ പറ്റുന്നുണ്ട്, പക്ഷേ അവന് തിരിച്ചു വരാൻ പറ്റത്തില്ല. 500 മീറ്റർ കഴിഞ്ഞിട്ട് 50 മീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്നറിയാമോ? ഇവൻ അവിടെ വെച്ച് മാനസാന്തരം ഉണ്ടായാൽ പോലും തിരിച്ചു വരാൻ പറ്റാതെ വരും. മാനസാന്തരം ഉണ്ടാകത്തില്ല, ഇനി ഉണ്ടായാൽ പോലും തിരിച്ചു വരാൻ കഴിയാത്തതായ ഒരു സ്റ്റേജ് ഉണ്ടാകും. അത് സംഭവിക്കരുത് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് യൂദാ വളരെ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നത് എന്ത്? ദൈവസ്നേഹത്തിൽ, ദൈവത്തിന്റെ സ്നേഹത്തിന് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. നെവർ ക്രോസ് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. തിരിച്ചു വരാൻ കഴിയാത്ത പോയിന്റ് ഓഫ് നോ റിട്ടേണിന്റെ ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ പോകരുത്. അതൊരു വലിയ പ്രശ്നമാണ്. ഇന്നിപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുക. നമ്മൾ എനിക്കിപ്പോഴും നീന്താൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഞാൻ ഈ ആഴ്ച സഭായത്തിന് പോയി. ഇന്നും പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊന്ന് വിറച്ചു. എൻ്റെ വായക്കുള്ളിൽ 2 അന്യഭാഷയും വന്നു. പിന്നെന്തോ ബ്രദർ നിങ്ങൾ ഈ വന്ന് വലിയ വർത്തമാനം പറയുന്നത്, തള്ളിക്കളയും കൊന്നുകളയും ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എന്താ അർത്ഥം? ദൈവ സ്നേഹമുള്ളവനല്ലേ? ഇന്ന് ഞാൻ അന്യഭാഷ പറഞ്ഞില്ലേ? അന്യഭാഷ പറയുന്നവനെല്ലാം സ്വർഗത്തിൽ പോകത്തൊന്നുമില്ല. അന്യഭാഷ പറയുന്നവനല്ല, പ്രവചിക്കുന്നവനും ഭൂതങ്ങളെ പുറത്താക്കിയവനും അവൻ വരെ അങ്ങോട്ട് പോയില്ല. പിന്നെ നിന്റെ അന്യഭാഷ കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. എനിക്ക് മടങ്ങി വരാൻ അപ്പുറത്ത് പോകരുത്. കർത്താവിന്റെ വചനം കൃത്യമായിട്ട് പറയുന്ന കാര്യം, സദൃശവാക്യങ്ങൾ നമ്മൾ വായിച്ച വാക്യം അതാണ്. 29-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. ഇത് നമ്മളെ പേടിപ്പിക്കേണ്ട ഒരു വചനമാണ്. കൂടെ ശാസന കേട്ടിട്ടും.
ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കൂടെ കൂടെ അവർ ശാസന കേട്ടു. ദൈവം പ്രവാചകന്മാരെ തുടർമാനമായിട്ട് അവരുടെ മധ്യത്തിലേക്ക് അയച്ചു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? ശാസന കേട്ടില്ല. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നത്, അവിടെ നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു. പ്രബോധനം ശാസിച്ചു, നീ അവരെ ശാസിച്ചു, പക്ഷെ മടങ്ങി വരും. എന്നിട്ട് അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഇന്നത്തെ സഭയുടെ ഒരു വലിയ പ്രോബ്ലം അതാണ്, മടങ്ങി വരാൻ മനസ്സില്ല. കുറച്ചുകൂടെ ഈ പാപത്തിലങ്ങ് ജീവിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും, ചിലർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഏതാണെങ്കിലും ഒരു ചെറുക്കന് ഇതുപോലെ വളരെ മോശമായിട്ട് ജീവിച്ച ഒരു പയ്യൻ, ഒരു പാസ്റ്റർ, നടന്ന ഒരു സംഭവമാണ്. ഒരു പ്രസംഗം പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ സഭയിലുള്ള ഒരു ചെറുക്കൻ ഭയങ്കര മോശമായിട്ടാണ് ജീവിക്കുന്നത്, വളരെ തല്ലിപ്പൊളിയായിട്ട് ജീവിക്കുക. മോട്ടോർ ബൈക്ക് എടുത്ത് ഒരു ഹൈസ്പീഡ് മോട്ടോർ ബൈക്കും അവൻ്റെ കയ്യിലുണ്ട്. അവനിങ്ങനെ ചെത്തി നടക്കുന്നതല്ല, അവൻ്റെ ലൈഫേ വളരെ മോശം. അങ്ങനെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഇവൻ്റെ അടുത്ത് പാസ്റ്റർ പല പ്രാവശ്യം ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ വളരെ ശ്രദ്ധിക്കണം, കർത്താവിലേക്ക് മടങ്ങി വരണം എന്ന് പറയുമ്പോഴെല്ലാം ഇവൻ പറയുമായിരുന്നു, എന്താണെങ്കിലും പാസ്റ്ററെ, ചാകുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കിട്ടാതിരിക്കുമോ? അന്നേരം ഞാൻ പെട്ടെന്ന് എല്ലാം അങ്ങ് ഏറ്റു പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നോളാമെന്ന്. ചാകുകയാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കിട്ടാതിരിക്കുമോ? അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തോളാം? പലരുടെയും ചിന്ത ഇതാ, വാ ചെയ്യാമെന്നേ, നാളെ ആട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. പാസ്റ്റർ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇവൻ പറയുന്നല്ലേ ഇതാണ്, ചാകുകയാണെങ്കിലും അരമണിക്കൂറെങ്കിലും കിട്ടാതിരിക്കുമോ? മോട്ടോർ ബൈക്ക് ഇടിച്ച് ചത്താലും. സംഭവിച്ചെന്താണെന്നറിയാമോ? ഇതേപോലെ ഒരു സ്ഥലത്ത് ചെന്ന് അവൻ മോട്ടോർ ബൈക്ക് ഇടിച്ചു, അവൻ്റെ തലയ്ക്ക് ഇതുണ്ടായി, അവൻ മരിച്ചില്ല. പക്ഷേ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇവൻ തളർന്നുപോയി, ക്വാഡ്രിപ്ലജിക്കായിട്ട് ശരീരം മുഴുവൻ തളർന്നുപോയി, കിടക്കയിൽ കിടക്കുകയാണ്, ബോധമുണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ പാസ്റ്റർ പിന്നെയും അവനെ പോയി കണ്ടു, പ്രാർത്ഥിച്ചു, അവനോട് പറഞ്ഞു, കുഞ്ഞെ ഇനിയെങ്കിലും നീ നിന്റെ പാപത്തെ വിട്ട് മടങ്ങി വരണം എന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞു. ഇവൻ പറഞ്ഞു, ഇല്ല പാസ്റ്റർ. എന്തു പറ്റി മോനെ? കർത്താവ് എൻ്റെ പാപം ക്ഷമിക്കത്തില്ല. ഇല്ല, കർത്താവ് ആരുടെയും പാപം ക്ഷമിക്കും. പക്ഷെ ഇവൻ പറയുന്നത്, ആരുടെ പാപവും ക്ഷമിക്കുമായിരിക്കും, പക്ഷേ എൻ്റെ പാപം ക്ഷമിക്കത്തില്ല. കാര്യം ഞാൻ ദൈവത്തെ നിഷേധിച്ചതാ, എനിക്ക് മടങ്ങി വരാൻ പറ്റില്ല. അരമണിക്കൂറല്ല, 2 വർഷം അവൻ ആ കിടപ്പ് കിടന്നു. പക്ഷേ കർത്താവ് പാപം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കാനുള്ള അവൻ്റെ സെൻസ് നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് പാപം ഏറ്റുപറയാൻ തയ്യാറല്ലാതെ അവൻ ആ കിടക്കയിൽ കിടന്ന് മരിച്ചു 2 വർഷത്തിന് ശേഷം. അപ്പൊ പെട്ടെന്ന് മരിക്കണമെന്നൊന്നുമില്ല. ദൈവത്തെ കണ്ടിന്യൂസ് ആയിട്ട് നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെയും സംഭവിച്ചുകൂടായികയില്ല. പരിശുദ്ധാത്മാവിനെ സമ്പാദിക്കുവാൻ കഴിയാത്ത രീതിയിൽ അവന്റെ മനസ്സിനെ തകർത്ത് കളയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായേക്കാം, നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കുന്ന ആ പ്രബോധനത്തെ ദൈവത്തിന്റെ വചനത്തിലൂടെയും ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെയും നമ്മുടെ മനസ്സിലൂടെയും ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് ഈൽഡ് ചെയ്ത്, കർത്താവെ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് മടങ്ങി വരുന്ന ഒരവസ്ഥ, അതാ ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ മടങ്ങി വന്നാൽ കർത്താവ് എന്ത് ചെയ്യാൻ തയ്യാറാണ്? ക്ഷമിക്കാൻ തയ്യാറാണ്, നമുക്കൊരു പുതിയ ജീവിതം തരാൻ തയ്യാറാണ്. പക്ഷെ ഇവരുടെ പ്രശ്നം, ഇവർ പാപത്തിൽ തുടരുന്നു, അനുതാപമില്ല. നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ അവർ പറയാണ്, ഓ നമുക്കിതൊന്നും പറ്റത്തൊന്നുമില്ല, അങ്ങനൊന്നുമില്ലെന്നേ, അത് നമുക്ക് ദോഷം വരികയില്ല, നാം വാളോ ക്ഷാമമോ കാണുകയില്ല. ഓ പ്രവാചകന്മാർ അങ്ങനെയൊക്കെ പറയും. അതാ ഒരു 13-ാമത്തെ വാക്യത്തിൽ, പ്രവാചകന്മാർ കാറ്റായി തീരും, അവർക്ക് അരുളപ്പാടില്ല, അവർക്ക് അങ്ങനെ ഭവിക്കട്ടെ എന്നൊക്കെ പറയും. ദൈവവചനത്തെയും ദൈവദാസന്മാരെയും, ദാസന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളല്ല, ദൈവദാസനെ നിഷേധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാടിനെ നിഷേധിക്കുകയാണ്. ദൈവവചനം നിങ്ങളോട് പറയുന്ന ഒരു വ്യക്തിയെ നിഷേധിച്ചാൽ അവർക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല. ജെറമയായ അല്ല ഇവിടെ നിഷേധിക്കുന്നത്, അവർ നിഷേധിക്കുന്നതാണ് യഹോവയുടെ അരുളപ്പാടിനെയാണ് നിഷേധിക്കുന്നത്. അങ്ങനെ യഹോവയുടെ അരുളപ്പാടിനെ നിഷേധിച്ച വ്യക്തികളോടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ വെറുതെ വിടത്തില്ല, ഇതാ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും, ഈ ജനത്തെ വിറകുമാക്കും, അവർ അതിന് ഇരയായിത്തീരും. അതായത് നീ പറഞ്ഞ വാക്കുകൾ അതുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. നിന്റെ വചനങ്ങളെ, അതായത് നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും, ഈ ജനത്തെ വിറകുമാക്കും. അതായത് ജെറമയ പറഞ്ഞത് അതുപോലെ സംഭവിക്കുകയാണ്. ഇവിടെ ഒഫീഷ്യലായിട്ട് അനേക പ്രോഫറ്റ്സ് അവിടെ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അവരൊക്കെ ആശ്വാസം പറയുന്ന പ്രവാചകന്മാരാണ്. പക്ഷേ ജെറമയ അങ്ങനെയല്ല. ജെറമയ ന്യായവിധിയാ പറഞ്ഞത്. കാരണം ദൈവം പറഞ്ഞത് ന്യായവിധിയാണ്. ആ ന്യായവിധിയുടെ സന്ദേശത്തെ നിഷേധിച്ച് അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞവരുടെ ജീവിതത്തിൽ അത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് വളരെ അലേർട്ടായിരിക്കണം. അതിന്റെ 4-ാമത്തെ വാക്യത്തില് ഇവിടെ
കർത്താവ് പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ, അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവും അറിയുന്നില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവർ അല്പന്മാരെന്ന്. അല്പന്മാരെന്ന് അവിടെ പറയുന്നത് കഴമ്പില്ലാത്തവർ എന്ന അർത്ഥത്തിലാണ്. കഴമ്പില്ലാത്തവർ, ആ വാക്കിന്റെ അർത്ഥം അതാണ്. നമ്മൾ പറയും അല്പന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു നിലയിലല്ല. ഇവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ. രണ്ട് എഴുതാ ഉപയോഗിച്ചിരിക്കുന്നത്. ദേ ആർ സില്ലി പീപ്പിൾ. കഴമ്പില്ലാത്ത സമൂഹം. ദേ ആർ നോട്ട് സീരിയസ്. വീണ്ടു വിചാരമില്ലാത്ത സമൂഹം. എന്താണ് വീണ്ടു വിചാരം? ഒടുക്കം എന്ത് ഭവിക്കുമെന്നുള്ള ഡെസ്റ്റിനേഷനെ കുറിച്ച് ബോധ്യമില്ലാത്തതായ ഒരു സമൂഹം.